ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും ജനുവരി 1 അതിൻ്റെ തലേ ദിവസം ഒക്കെ ജനങ്ങൾ ഒരുപാട് ആഘോഷത്തിമർപ്പിലാണ്. ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ള ഒരു ദിവസമായി പലരും കാണുന്നുണ്ട്. അതിൻ്റെ ദോഷവശങ്ങളൊക്കെ വളരെയേറെയാണ്. ഞാൻ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക. 2, അടുത്ത വർഷത്തേക്ക് നമ്മുടെ ജീവിതം ഒന്ന് പ്ലാൻ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം മാത്രമാകണമെന്നില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ, അത് 10 വർഷമോ 20 വർഷമോ 30 വർഷമോ 80 വർഷമോ 90 വർഷമോ ഒക്കെ ആകാം. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഭൗതികമായ തലത്തിൽ. 2, ആധ്യാത്മികമായ തലത്തിൽ. ഭൗതികമായ തലത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എൻ്റെ കഴിഞ്ഞ ജീവിത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, അത് ഒരു പുസ്തകത്തിൽ എഴുതണമെന്ന് തന്നെ ഞാൻ പറയും. അതൊന്ന് കുറിക്കണം. എന്നിട്ട് ആ നേട്ടങ്ങൾക്കൊക്കെ ദൈവത്തിന് നന്ദി പറയണം. എന്താ കാരണം? നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കഴിവുള്ള എത്രയോ വ്യക്തികളുണ്ട് ഈ ലോകത്തിൽ. അവർക്ക് പലർക്കും ചെയ്യാൻ കഴിയാതിരുന്ന പലതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് നിങ്ങളുടെ നേട്ടമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് തിരിച്ചറിയണം. പലപ്പോഴും നമ്മളങ്ങനെ തിരിച്ചറിയാതെ പോവുകയാണ്. സൃഷ്ടവസ്തുക്കളെ, നമ്മുടെ ദാനങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ദാതാവിനെ പലപ്പോഴും കാണാതെ പോവുകയാണ്. ദാനങ്ങളെ കാണുന്നു, ദാതാവിനെ കാണുന്നില്ല. അതിന് പകരം ഇവിടെ നമുക്കുണ്ടായ നേട്ടങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് നന്ദി പറയുക. 2, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് മറ്റുള്ള പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി കാണില്ല. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടൊരു ചിന്ത വരും, ഇത് ദൈവം തന്നതാണോ അല്ലയോ എന്ന്. അല്ല, ഇതൊന്നും തന്നെ ദൈവം തന്നതല്ല. മറിച്ച് നമ്മളുടെ സ്വയം കൃതാനർത്ഥമാണ്. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പോരായ്മ, ശ്രദ്ധയുടെ പോരായ്മ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ അനർത്ഥങ്ങൾ വന്നുപെട്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവ അവോയ്ഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ഈ അടുത്ത വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ
ഈ കഴിഞ്ഞ വർഷം ഉണ്ടായ തെറ്റുകൾ ഞാൻ ആവർത്തിക്കില്ല. ഇത് ആവർത്തിക്കില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണമെങ്കിൽ തന്നെ ഈ തെറ്റുകൾ അങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മളൊന്ന് റെട്രോസ്പെക്റ്റീവ് ആയിട്ടൊന്ന് നോക്കുന്നത്. നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് പുറം തിരിഞ്ഞ് നോക്കുകയാണ്. അത് നോക്കണം. അത് നോക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് ഒരു കൊല്ലത്തിൻ്റെ ആദ്യ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം. ജനുവരി 31 തന്നെ അത് ചെയ്തോളണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം, നിങ്ങൾ വിവാഹിതരായ ഒരു ദിവസം അതാവാം. ആ ഡേറ്റ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, ഉറപ്പാണ്. അതിൻ്റെ തലേ ദിവസമാകാം. അപ്പോൾ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു യുവർ മാരീഡ് ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ദിവസം, ജനിച്ച ദിവസത്തെ ആസ്പദമാക്കി ചെയ്യുമ്പോൾ ജീവിതം മുഴുവൻ അതിൽ വരണം. അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് എഴുതിയ ദിവസം, പരീക്ഷ എഴുതിയ ദിവസം, അല്ലെങ്കിൽ പാസ്സായ ദിവസം, അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ അവലോകനത്തിൽ, പിന്തിരിഞ്ഞുള്ള നോട്ടത്തിൽ നമ്മുടെ പഠനത്തിൻ്റെ മേഖലയായിരിക്കും മുന്നിൽ നിൽക്കുക. എന്തായാലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അനാലിസിസ് നടത്തണം. അനാലിസിസ് എന്ന് പറയുന്ന ഒരു വിശകലനം എപ്പോഴും അത് ആവശ്യമാണ്. അറിവിന് 5 മേഖലകളാണ്. ഒന്ന് നോളജ് എന്ന് പറയും, നമ്മുടെ ബുദ്ധിയിലുള്ളത് അത് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. 2 അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, ആപ്ലിക്കേഷൻ. 4മത്തേത് ആണ് ഇമ്പോർട്ടൻ്റ്, അത് അനാലിസിസ്, വിശകലനം ചെയ്യുക. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കണം. ഇടയ്ക്കൊന്ന് ഇരുന്ന് അല്പസമയം അതിനു വേണ്ടി ചിലവഴിക്കണം. ഒരു പക്ഷേ ഒരു ദേവാലയത്തിൽ ചെന്നിരുന്ന് 1 മണിക്കൂർ അങ്ങനെ ചിലവഴിക്കുന്നത് ഇത്തരം വിശകലനത്തിനൊക്കെ വളരെ നന്നായിരിക്കും. അവിടെ ആകുമ്പോൾ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മൾ റൂമിലിരുന്ന് ചെയ്യുമ്പോഴാവും ചിലപ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചു, അത് ഡിസ്റ്റർബ്ഡ് ആവാം. ഇത് ഇടയ്ക്ക് ചെയ്യേണ്ടതാണ്. ഇന്ന് ദേവാലയത്തിൽ ഇരുന്നു തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് തമ്പുരാനോട് കൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുന്നത്. ഇതൊരു മാർഗമാണ്. 2മതൊരു മാർഗം, ഒരു നല്ല കൗൺസിലർ, ആ കൗൺസിലറെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. ഒരു വീട്ടിൽ എല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. കഴിഞ്ഞ വർഷം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പോരായ്മകളാണ് വന്നത്, ഏതെല്ലാം അംഗങ്ങൾക്കാണ് പോരായ്മ വന്നത്, ഏതെല്ലാം അംഗങ്ങളാണ് നേട്ടങ്ങളുണ്ടാക്കിയത്, ഇത്തരമൊക്കെ ഒരു വിശകലനം ഒരു കുടുംബത്തിലിരുന്ന് ചെയ്യാം. ഒരു സ്ഥാപനത്തിലാവാം ഇതുപോലെ. ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെയൊക്കെ വിളിച്ച് അവരുടെയൊക്കെ മുൻപിൽ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു വിശകലനം. ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ മേഖലയിലും നമ്മൾ ചെയ്യണം എന്ന് ഞാൻ പറയും. ഭരണതലത്തിലിരിക്കുന്നവർ അത് ചെയ്യേണ്ടവരാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നേരിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉയർന്ന ജോലിക്കാരെയൊക്കെ വിളിച്ച്, എക്സിക്യൂട്ടീവും ആയിട്ടുള്ളവരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുമായിരുന്നു അത്രേ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അവർ ചർച്ച ചെയ്യും, എന്തൊക്കെയായിരുന്നു പോരായ്മകൾ, എന്തൊക്കെയാണ് നേട്ടമുണ്ട്, എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ. ഇത്
ഇത് നമ്മുടെ ജീവിതത്തിലൊരു അത്യാവശ്യമായ കാര്യം. ഇതങ്ങനെയല്ല, ഒരൊഴുക്ക്, നേരം വെളുത്തു, വൈകുന്നേരമായി, ഉറങ്ങാൻ കിടന്നു, നേരം വെളുത്തു, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് ജീവിതം ഒന്ന് ശരിയാക്കുന്ന ഒരു രീതി, അത് എല്ലാവരും ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരായാലും ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വിഷൻ ഇതാണ്. NCC കുട്ടികൾ മാർച്ച് ചെയ്യും. സാധാരണയായിട്ട് ജനുവരി 26 മുമ്പ്, കുറച്ച് മുമ്പാണ് കുട്ടികൾ റോട്ടിലൂടെ അതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇത് കണ്ടിട്ടുള്ളത് പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ NCC, അന്നും NCC ഉണ്ട്. അപ്പം അങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അവർ ഒരു സ്റ്റെപ്പ് ശരിയാക്കുന്ന ഒരു ഇതുണ്ട്. സ്റ്റെപ്പൊന്ന് ശരിയാക്കുക. ഇതുപോലെ തന്നെയാണ്, അതാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്റ്റെപ്പ് ശരിയാക്കുന്ന ഒരു പണി. ഒരു വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒപ്പം, അങ്ങനെ ഒരു ശീലം നമ്മുടെ ഭവനങ്ങളിലുണ്ടാവണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം, നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ടാകണം. എന്തിന് ഒരു മുനിസിപ്പൽ വാർഡിലോ ഒരു പഞ്ചായത്ത് വാർഡിലോ ഒക്കെ അങ്ങനെ ഉണ്ടാകണം. ഗ്രാമസഭകളൊക്കെ വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു പകർപ്പാണ്. ഗ്രാമസഭകൾ അതുപോലെ വാർഡിൽ ഇതുപോലെയൊക്കെ കൂടാറുണ്ട്. അത് നമ്മുടെ ലോവർ ലെവലിലേക്ക്, നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ ന്യൂ ഇയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാനുള്ളത്. ഇതിൽ നമ്മുടെ ആധ്യാത്മിക മേഖലയെ കൂടി ഉൾപ്പെടുത്തണം. കഴിഞ്ഞ ഈ വർഷത്തിൽ എൻ്റെ ആധ്യാത്മിക മേഖലയിൽ എന്തൊക്കെ പോരായ്മകളുണ്ടായി. ഭൗതിക മേഖല എല്ലാവരും ഉൾപ്പെടുത്തും. ആധ്യാത്മിക മേഖല കൂടി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം. ഞാൻ ആധ്യാത്മിക മേഖലയിൽ പുരോഗതി പ്രാപിച്ചോ അതോ മോശമായിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ഘനമായ പാപങ്ങൾ വല്ലതും ചെയ്യാൻ ഇടയായിട്ടുണ്ടോ? അതൊരു കുമ്പസാരമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ആധ്യാത്മിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമാണത്. കുമ്പസാരത്തിന് മുമ്പ് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും തിന്മകളൊക്കെ ഉണ്ടായോ ഇല്ലയോ? ഭാര്യാഭർത്താക്കന്മാരെ ഒരുമിച്ചിരുന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം അനുവദിക്കാത്ത ഏതെങ്കിലും സന്തോഷത്തിൽ ഏർപ്പെടുകയുണ്ടായോ? ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് തമ്പുരാൻ്റെ പ്രീതിയിലേക്ക് കടന്നു വരാനാണ്. തമ്പുരാൻ നമ്മളെ സ്നേഹത്തോടു കൂടി നോക്കുന്ന ആ അവസ്ഥയിലേക്ക്, ഒരു യുവാവിനെ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ഒരു യുവാവിനെ യേശു സ്നേഹത്തോടെ നോക്കിയെന്ന്. അങ്ങനെ യേശു നമ്മളെ സ്നേഹത്തോടു കൂടി നോക്കാൻ ഇന്നത്തെ എൻ്റെ ആധ്യാത്മികത അതിന് വഴി തെളിക്കുമോ? അതോ എന്നെ കാണുമ്പോൾ യേശു ദുഃഖിതനാകുമോ? ഈ ആധ്യാത്മിക മേഖല തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പോരായ്മകളുണ്ടെങ്കിൽ തീരുമാനമെടുക്കണം. അടുത്ത വർഷം ഇത് സംഭവിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ ഒന്നാമത്തേത്, രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തേത്, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും നേട്ടങ്ങളുണ്ടായത് ഏതെന്ന് മനസ്സിലാക്കി അതിനൊക്കെ നന്ദി പറയുക. കുറവുകൾ ഉണ്ടായതിനെ കുറിച്ച് മാപ്പ് ചോദിക്കുക.
കുറവുകളൊക്കെ നികത്താനായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ഭാഗം അടുത്തു വരുന്ന ആ വർഷം അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. അത് ആര് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതൊരു വർഷ പ്ലാൻ ആവാം, ഒരു ഹ്രസ്വ പ്ലാനും ആകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, 12ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവരൊക്കെ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ BSc പഠിക്കുന്നൊരു കുട്ടി, അങ്ങനെ ഫൈനൽ MBBS പഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അവരുടെ ഈ വർഷമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം. ഈ വരുന്ന വർഷം ഒരു 10ാം ക്ലാസ് പാസ്സാകുന്നത് അവരറിയപ്പെടുന്നത് 2017 SLC ബാച്ച് എന്നാണ്. അപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലമാണ്. ഇനി ആ കൊല്ലത്തിൽ പരീക്ഷയ്ക്ക് 3 മാസം നിൽക്കുന്നു. അത് എങ്ങനെ പ്ലാൻ ചെയ്യണം? 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും അതുപോലെ തന്നെ ഈ വരുന്ന 3 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അറിയപ്പെടാൻ പോകുന്നത് 2017 +2 ബാച്ച് എന്നാണ്. എൻ്റെ ആ വർഷത്തെ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ പെർഫോമൻസ് ഏറ്റവും ഉന്നതമാക്കാൻ, കുറ്റമറ്റതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് പ്ലാനിങ്, ഹ്രസ്വമായ ഒരു പ്ലാനിങ്. ആ പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും 20% 30% മാർക്ക് കൂടുതൽ മേടിക്കാനായിട്ട് കഴിയും. ഈ പ്ലാനിങ് ചെയ്താൽ ഒരു പക്ഷേ ഫുൾ A+ കിട്ടിയെന്ന് വരും. ഒരു A+ കുറവായിരുന്നുവെങ്കിൽ ഫുൾ A+ കിട്ടിയെന്ന് വരും. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലാണ്. ഈ 3 മാസക്കാലം എൻട്രൻസിന് പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരു 2 മാസവും കൂടി കിട്ടും. 5 മാസക്കാലം അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. പലപ്പോഴും ദീർഘദൂര ഓട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ദീർഘദൂര ഓട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ റൗണ്ടുകളാണ്. ആദ്യത്തെ റൗണ്ടുകൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ആ റൗണ്ടുകളൊക്കെ എത്ര താല്പര്യമെടുത്ത് ഉശിരോടുകൂടി ഓടിയാലും അവസാനത്തെ റൗണ്ടുകൾ വരുമ്പോൾ തളർന്നു പോയാൽ സമ്മാനം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും ഫൈനൽ MBBS പഠിക്കുന്നവരും ഫൈനൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരും ഒക്കെ ഫൈനൽ റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാകണം. അങ്ങനെ ആ മാസങ്ങൾ, ഇനി അവശേഷിക്കുന്ന പരീക്ഷയ്ക്ക് മുമ്പ് അവശേഷിക്കുന്ന മാസങ്ങൾ അത്യുജ്വലമാക്കാൻ അതിന് വേണ്ട പരിശ്രമം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് അതിന് ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ തീരുമാനം എടുത്തുകൊണ്ടൊന്നും മുഴുവൻ കാര്യമില്ല. നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവം കൃപ തരേണ്ടിയിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. അപ്പം നമ്മുടെ ദൈവിക പ്ലാനോടുകൂടി, പദ്ധതിയോടുകൂടി ചേർന്ന് നിന്ന് അധ്വാനിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാൻ പ്രൊപ്പോസ് ചെയ്യുന്നതും ഗോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒന്ന് തന്നെയായിരിക്കും. കൂടാതെ കാലമായ ഒരു പ്ലാനിങ് കൂടി വേണം. ഭാവിയിൽ ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെ ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടമാണ്. 2017 അതൊക്കെ നടക്കുക. ഞാൻ ഏത് വിഷയം തിരഞ്ഞെടുക്കണം, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എനിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ, എൻട്രൻസ് പരീക്ഷയിൽ കിട്ടുമോ ഇല്ലയോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകണം. അത് ദീർഘകാലമായ പ്ലാനിങ് ആണ്.
ഞാൻ ഏത് സ്ഥലത്ത് പഠിക്കണം, എൻ്റെ അൾട്ടിമേറ്റായി എനിക്കൊരു സിവിൽ സർവീസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ സാധാരണ പഠനത്തോടൊപ്പം എൻജിനീയറിങ് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പഠനത്തെ കൂടി സഹായിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അല്ലാതെ കിട്ടിയത് സ്വീകരിച്ചു അത് പോരാ. പ്ലാൻ ചെയ്തത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് സ്വീകരിക്കണം, ഉറപ്പാണ്, അതൊരു സംശയമില്ല. അങ്ങനെ നമുക്കൊരു ദീർഘകാല പ്ലാനിങ് വേണം. ഞാൻ കുട്ടികളോട് പറയാറുള്ള ഒരു വാചകമുണ്ട്, പ്ലാൻ യുവർ ലൈഫ് ആസ് ഇഫ് യു വിൽ ലിവ് ഫോർ 100 years. 100 കൊല്ലം ജീവിക്കുമെന്നുള്ള വിചാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പ്ലാൻ ചെയ്യൂ. ബട്ട് ലിവ് യുവർ ലൈഫ് ആസ് ഇഫ് യു വിൽ ഡൈ ടുഡേ. നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കേണ്ടത് ഇന്ന് മരിച്ചു പോയാൽ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും, അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എന്നാൽ 100 കൊല്ലം ജീവിക്കും എന്നുള്ള ഒരു ഹോപ്പോടുകൂടി വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഇതും ആധ്യാത്മിക മേഖലയിൽ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ഭൗതിക മേഖലയിൽ മാത്രമല്ല. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവർക്ക് വീട് പണിയൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങൾ നോക്കുന്നതേ കാണാൻ കഴിയൂ, കാണുന്നതേ കരസ്ഥമാക്കാൻ കഴിയൂ. ഇത് വലിയൊരു പ്രിൻസിപ്പിളാണ്. നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവം അങ്ങനെ പഠിപ്പിച്ചു നമ്മളെ. അബ്രാഹത്തിനെ വിളിച്ച് കടൽ തീരത്ത് കൊണ്ടുപോയി പറഞ്ഞു, നീ കണ്ണുകൾ ഉയർത്തി നോക്കുന്നത് അത്രയുമെല്ലാം നിനക്ക്, അത്രയും മക്കളെ നിനക്ക് ഞാൻ തരും. അദ്ദേഹത്തിൻ്റെ 2 മക്കളായിരുന്നു ഇസ്ഹാക്കും ഇബ്രാഹിമും. ഇവരുടെ 2 മക്കളുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് മുസ്ലിം ക്രിസ്ത്യൻ ജനത. അത് ലോക ജനസംഖ്യയുടെ 80% വരും. അബ്രാഹാം അങ്ങനെ നോക്കിയത് കണ്ടു. നല്ലതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ലത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അബ്രാഹത്തോട് വീണ്ടും പറയുന്നുണ്ട്, നീ തല ഉയർത്തി നോക്കുന്നതെല്ലാം നിൻ്റേതായിരിക്കുമെന്ന്. അബ്രാഹാം അന്ന് പെരുവിരലിൽ നിന്ന് കാണും. ആ നോക്കിയതെല്ലാം അവൻ്റേതായി കാണും. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾക്ക് കരസ്ഥമായി കിട്ടും. മോശമായ കാര്യങ്ങൾ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിലോ അതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. ഹവ്വായോട് പിശാച് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിന്നോട് തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നീ തിന്നണ്ട, നീ ഒന്ന് നോക്കിയപ്പോൾ തിന്മാൻ നല്ലതെന്ന് കണ്ടു, അവളത് കരസ്ഥമാക്കി. ദാവീദ് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കുളക്കരയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അദ്ദേഹം കരസ്ഥമാക്കി. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് നോക്കലാണ്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ടാണ് നമ്മളതിനെ നോക്കുന്നത്. നമ്മുടെ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യണം നമ്മൾ. അതാണ് പ്ലാനിങ്. ഇത് കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.